ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു മാസത്തിന്റെ പുതിയൊരു ദിനം കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യവും പദവിയും തന്നിരിക്കുമ്പോൾ ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രത്യാശയോടെ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഒഴിവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. തന്റെ ജനത്തിന്റെ നിലവിളിയും അവരുടെ സങ്കടവും അവരുടെ കഷ്ടതയും ദൈവസന്നിധിയിൽ എത്തി ദൈവത്തിന്റെ മറുപടി പറയുകയാണ്. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന് സ്വന്തമെന്ന് പറയാൻ നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്റെ ജനമാണ്, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് ദൈവജനത്തിൽ അങ്ങനെ ഓർപ്പിക്കുമ്പോൾ അത് നമ്മളോട് നമ്മുടേതാക്കി പറയാം. തന്റെ രക്തത്താൽ കാൽവറിയെ തനിക്ക് എനിക്ക് വേണ്ടി ചൊരിഞ്ഞെന്ന രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്ന എന്റെ ദൈവം എന്റെ കഷ്ടത കണ്ടു. ഒരു കണ്ണിന് നമ്മളോട് ആദരവില്ലായിരുന്നപ്പോൾ സ്വർഗത്തിലെ കണ്ണിന് നമ്മളോട് ആദരവ് തോന്നിയെങ്കിൽ ഇന്ന് ഒരു കാലം പറയാം, ആ ദൈവം എന്റെ കഷ്ടത കാണുകയാണ്. തീർന്നില്ല, എന്നെ അലസതപ്പെടുത്തുന്ന, എന്നെ വേദനിപ്പിക്കുന്ന ഊഴിവിചാരകൻ, എന്റെ മേലുദ്യോഗസ്ഥൻ, എന്റെ അധികാരികൾ, എന്റെ ചുറ്റുപാടുകൾ എനിക്ക് വരുത്തുന്ന ആ നിലവിളി, പുറത്തേക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ഞെരുങ്ങുന്ന നിലവിളിയും കേട്ടു. എന്റെ സങ്കടമറിഞ്ഞ് എന്നെ വിടുവിക്കാൻ വന്നു എന്ന് ഇന്ന് പോയി കാലം ഒന്ന് പറയട്ടെ. ഈ ദിനം അങ്ങനെ ആരംഭിക്കട്ടെ. ധൈര്യത്തോട് പറയാം, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. പ്രത്യാശയോടും ധൈര്യത്തോടും പ്രതീക്ഷയോടും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയൊരു മാസം ആരംഭിക്കാം. സ്വർഗത്തിലെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.